ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളി കറി തയ്യാറാക്കിയെടുക്കാം. ഇത് കോളിഫ്ലവർ കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു ഗ്രേവിയാണ്. ഇതിനാദ്യം ഒരു കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കഴുകി അരിഞ്ഞെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളമൊഴിച്ച് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു തക്കാളി, ഒരു സവോള, 4 വറ്റൽമുളക്, പിന്നെ 3-4 കഷ്ണം തേങ്ങയും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. എരിവിനാവശ്യത്തിന് വറ്റൽമുളക് ചേർത്താൽ മതിയാകും. ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്, മതിയാകും. ഇനി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിലൊഴിച്ച് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഒരു തക്കാളി പേസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു തക്കാളി മതിയാകും. അതും ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി. പേസ്റ്റിലും സവാളയിലുമൊക്കെ നേരത്തെ മുളകും ചേർത്തതുകൊണ്ട് ഈ സ്റ്റേജിൽ കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. മസാലകളൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കിക്കോണം. അത് വെന്ത് വന്നതിന് ശേഷം നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രേവി ഒരുപാട് തിക്കാക്കണ്ട, കാരണം തിളച്ച് വരുമ്പോഴത്തേക്കും തിക്കായിക്കോളും. നല്ല ലൂസാക്കി കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഗ്രേവി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ തിളച്ച വെള്ളമൊഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് 3-4 വെള്ളവും കൂടി കഴുകി വേണം മാറ്റി വയ്ക്കാനായിട്ട്. കരിവേപ്പില ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഗ്രേവിയാണ്. കുറച്ച് തിക്കായിട്ടിരിക്കും. ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഗ്രേവിയാണ്. വൈറ്റ് റൈസിനൊപ്പവും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കറിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം.
താങ്ക് യു ഫോർ വാച്ചിങ്.